പെട്ടെന്ന് ചെറിയ ഒരു പാത്രം, അതിൽ കുറച്ച് ഉണങ്ങിയ വിറക് കഷ്ണങ്ങൾ, എന്നിട്ട് അതിന് ചുറ്റും കുറച്ച് ഇലകൾ വെച്ചിട്ട് നവധാന്യങ്ങൾ, അത് ആഹാരത്തെ പ്രതിദാനം ചെയ്യുന്നതാണ്, ഭക്ഷണ പദാർത്ഥത്തെ പ്രതിദാനം ചെയ്യുന്നതാണ്. പിന്നെ ഒരു ഭദ്രദീപം എരിയുന്നുണ്ട്, അത് എല്ലാത്തിനും സാക്ഷി പോലെ അതങ്ങനെ എരിയണം. അതെല്ലാം സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ കൂടി അതിൻ്റെ അർത്ഥമാണ് നാം മനസ്സിലാക്കിയത്. അപ്പോൾ വൈദികമായി നടന്നുകൊണ്ടിരുന്ന ഹവനത്തെ ഔപനിഷത്തിന് ചേരുന്ന വിധത്തിൽ ജ്ഞാന കരുവന്നത് അങ്ങനെ ഇരിക്കുകയാണ്, ഇത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളായിട്ട് ഈ പ്രവചനം. കരുവായി ഇരുന്നുകൊണ്ട് തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ആശാന്റെ അടുത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് കുട്ടികൾക്ക് പലകയൊക്കെ ഇട്ടിട്ടുണ്ട്, വേറെ കുറച്ച് കുട്ടികൾക്ക് ഓല കീറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഗുരു നേരെ വന്ന് പലകയെല്ലാം ഇരുന്നു. അപ്പൊ ബാക്കി കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിനക്ക് ഇരിക്കാൻ പാടില്ല, നാണു, നിന്റെ സ്ഥലം അപ്പുറത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു അനങ്ങിയില്ല, പലകയിൽ തന്നെ ഇരുന്നു. ആശ വന്നപ്പോൾ കുട്ടികളെല്ലാം കൂടെ കംപ്ലൈന്റ് പറഞ്ഞു, നാണു ദേ ഇവിടെ ഇരിക്കുന്നു, അപ്പുറത്താണ് സ്ഥലം. അപ്പോൾ ആശാൻ പറഞ്ഞു, നാണു നീ അപ്പുറത്തോട്ട് മാറിയിരിക്കേ എന്ന് പറഞ്ഞു. ശരി, ആശാൻ പറഞ്ഞതുകൊണ്ട് ഗുരുവിനെ സ്വീകരിക്കണ്ടല്ലോ എന്ന് വെച്ച് മാറിയിരുന്നു. ഇരുന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, എവിടെ നിന്നാണ് ശ്വാസം എടുക്കേണ്ടത്? അത് നമ്മൾ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, ഞാൻ ശ്വസിക്കുന്ന ശ്വാസം നിങ്ങൾ ഉച്ഛ്വസിച്ചതാണ് അല്ലേ? നിങ്ങൾ പുറത്തേക്ക് വിട്ട ശ്വാസം ഞാൻ ശ്വസിക്കുന്നു, ഞാൻ പുറത്തേക്ക് വിട്ട ശ്വാസം നിങ്ങൾ ശ്വസിക്കുന്നു. അപ്പൊ എന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഏതുവരെ ഉണ്ട്? എനിക്ക് ലിമിറ്റില്ല. ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങനെ 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 ഞാൻ ഇവിടെയൊക്കെ പോകുന്നു, അവിടെയെല്ലാം ഇങ്ങനെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഇന്റർ കണക്റ്റഡ്നെസ് അതാണ് ഗുരുവിന്റെ ഒറ്റ ശ്ലോകത്തിനകത്തുണ്ട്. ആത്മോപദേശതകം 92-ാമത്തെ ശ്ലോകത്തിൽ വ്യയമണയാതെ വെളിക്കു വേല ചെയ്യും, നിയമമിരിപ്പതുകൊണ്ട് നിത്യമാകും, പ്രിയമകമേ പിരിയാതെയുണ്ട്, ഇതിന് ക്രിയയൊരു കേവല ബാഹ്യലിംഗമാകും. അതിനകത്ത് വ്യയമണയാതെ വെളിക്ക് വേല ചെയ്യും, നിയമമിരിപ്പതുകൊണ്ട് നിത്യമാകും. പ്രകൃതിയിൽ നിത്യമായ ഒരു നിയമമിരിപ്പുണ്ട്. ഏതാ ഈ നിത്യമായ നിയമം? പ്രിയമകമേ പിരിയാതെയുണ്ട്. എല്ലാത്തിൻ്റെ ഉള്ളിലും പിരിയാതെ ഒരു പ്രിയമിരിപ്പുണ്ട്. ഈ പ്രിയത്തിന് നമുക്ക് ഈ പ്രിയം എന്നുള്ള വാക്കിന് സയൻസിന്റെ എന്താണ് ഇപ്പോ ലേറ്റസ്റ്റ് ഇതിൽ വരുന്നില്ല, ക്വാണ്ടം മെക്കാനിക്സ്. ഇപ്പൊ നാനോ പാർട്ടിക്കിൾസ് വരെ ക്വാണ്ടം മെക്കാനിക്സിന്റെ വളർച്ച ലോകത്ത് എവിടെയും ഇരിക്കുന്ന ഒരേ തരം കണികകൾ എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ആ അകമേ പ്രിയം ഇരിക്കുന്നതുകൊണ്ടാണിത്. നമ്മുടെ എല്ലാവരും എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ചേർത്ത് വയ്ക്കുന്നത്? ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞു ഇൻക്ലൂസീവ്നെസ്. ഈ ഇൻക്ലൂസീവ്നെസ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ സത്യം അറിയുമ്പോഴാണ്. അല്ലാതെ നമ്മൾ അവിദ്യയിൽപ്പെട്ട് നമ്മളിങ്ങനെ അവരൊക്കെ അത് എന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷേ TCI പീപ്പിൾ എന്തുകൊണ്ടാണ് ഇത്രയും ഹാപ്പി ആയിട്ടോ അല്ലെങ്കിൽ കൃഷ്ണ പറഞ്ഞതുപോലെ ഭയങ്കര പ്ലസന്റ് ആയിട്ട് എല്ലാവരും സ്നേഹത്തോടെ പറയുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു എസെൻസ് കിട്ടിക്കഴിയും. അങ്ങനെ കിട്ടുമ്പോൾ കഴിയുമ്പോൾ ഈ അകത്തിരിക്കുന്ന പ്രിയം ഉണ്ടല്ലോ, അതുണരും, അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ആ പ്രവൃത്തിയാണ്, ഇതാണ് ഗുരുവിന് തരാനുള്ളത്. നാരായണ ഗുരു നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്, ഈ സത്യമാണ്. ഇത് ഗുരുവിന് ജീവിതത്തെ കുറിച്ചേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഗുരുവിന്റെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഡോക്ടറിൻ, ഇറ്റ് ഈസ് ലൈഫ്.